അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ച് അന്ന് മുടി വെട്ടാൻ പോവാണ്. ഞാൻ സ്വയമായിട്ടാണ് മുടി വെട്ടുന്നത്. എനിക്ക് അറിഞ്ഞുകൂടും, ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ്. എന്നാലും നമുക്കൊന്ന് വെട്ടി വെക്കാം. എൻ്റെ മുടിയുടെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു, നല്ല ചുറ്റും നല്ല നീളമൊക്കെ ഉള്ള മുടി തന്നെയായിരുന്നു. പക്ഷേ എന്താ പറയുക, ഒരു 9ാം ക്ലാസ് വരെ ഞാൻ മുടി ഒന്നും ചെയ്തിരുന്നില്ല. ഒന്ന് വേറെ സ്റ്റൈൽ വെട്ടേ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്തിരുന്നില്ല. നമ്മൾ പക്ഷേ മുടി വെട്ടണം എന്ന് പറയുമ്പോൾ അച്ഛൻ നമ്മളെ നേരെ കൊണ്ടുപോകുക ബാർബർ ഷോപ്പിലേക്ക് ആയിരുന്നു. അവിടെ പോയിട്ട് വന്ന് മുടിയുടെ അറ്റം വെട്ടി കൊണ്ടുവരും, അത്രേ ഉള്ളൂ. വേറൊരു സ്റ്റൈലും മുടി കുറയണത് നമ്മുടെ വീട്ടിലാർക്കും ഇഷ്ടമല്ല, നമുക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ മുടി വെട്ടിയാൽ പലരുടെയും മുടി കൊഴിയാറുണ്ട് ഭയങ്കര, പിന്നെ വളരില്ല അങ്ങനെയൊക്കെ കേട്ടിട്ട് നമ്മൾ പിന്നെ മുടി വെട്ടാറില്ല. പക്ഷേ ഒരു 9ാം ക്ലാസ് എത്തിയപ്പം എൻ്റെ ചേച്ചി ഏതോ ഒരു സ്റ്റൈൽ വെട്ടി കൊണ്ടുവന്നു പോയിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടമായി, കാരണം നല്ല സ്റ്റൈലായി എടുക്കുന്നുണ്ട്. ചേച്ചിക്ക് വേറെ പ്രശ്നങ്ങളോ എന്തെങ്കിലും മുടി കൊഴിച്ചിലോ ഒന്നും ഉണ്ടായില്ല. അപ്പം നമ്മളും അങ്ങനെ തന്നെ പോയി വെട്ടി. അത് എന്ത് വെട്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അത് വെട്ടി. അതോടുകൂടി എൻ്റെ മുടിയുടെ കാര്യം തീരുമാനമായി. കാരണം അന്നോട്ട് ഭയങ്കര കൊഴിച്ചിലായിരുന്നു മുടി, നല്ല കൊഴിച്ചിലെന്ന് വെച്ചാൽ നീളം കുറഞ്ഞു, തുറ്റ് കുറഞ്ഞു, എല്ലാം പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എന്നിട്ട് പിന്നെ എന്തോ ഒരു ഇതിന് നമ്മുടെ മുടി പിന്നെയും വളർന്നു, എന്തോ എനിക്ക് അറിഞ്ഞൂടാ, പിന്നെയും വളർന്നു. നല്ലൊരു കുഴപ്പമില്ലാത്ത അത്രയ്ക്ക് ആയിട്ടില്ലെങ്കിലും എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എൻ്റെ മുടി ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ബർത്ത്ഡേ സമയത്താണ് ഞാൻ ഈ ഷോർട്ട് ഹെയർ ആക്കിയത്. എന്നാലും എനിക്ക് വലിയ പ്രശ്നമില്ല, നല്ല സ്റ്റൈലായിട്ടൊക്കെ എടുക്കുന്നുണ്ട്, മുടി വളരുന്നില്ല എന്നുള്ളൂ, എന്നാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഇപ്രാവശ്യം വെട്ടിയല്ലോ എന്ന് എന്നെ തന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ കണ്ട ഏതോ ഒരു സാധനം നോക്കി വെട്ടിയതാണ് ഇത്. പക്ഷെ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല, പിള്ളേരും പറഞ്ഞാൽ വലിയ മാറ്റമൊന്നുമില്ല അത്. പക്ഷെ എന്നാലും എൻ്റെ ഒരു സമാധാനത്തിനായിരുന്നു അത്. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ മുടി വെട്ടുകഥ. ടാറ്റാ.